എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെൽക്കം ടു മാളൂസ് ടൈലറിംഗ് ക്ലാസ് ഇൻ ഷാർജ. ഇത് ലെഹങ്ക സ്കർട്ടിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ട ശേഷം പാർട്ട് 2 കാണാം. ഇത് പാനൽ ലെഹങ്കയാണ്, 20 പാനൽസ് ഉള്ളത്, ഫ്രണ്ടിൽ 10 ബാക്കിൽ 10 ഉള്ളത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാനൽസുകളും പിന്നെ ലൈനിങ്ങും. നമുക്കിനി കട്ട് ചെയ്യാനുള്ള ബെൽറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാനൽസ് നമുക്ക് എടുക്കുക. ഇതിൽ നമുക്ക് അങ്ങനെ അനാർക്കലി മാതിരി ഇന്ന രീതിയിൽ ഫോളോ ചെയ്യാമെന്നില്ല, ജോയിൻ ചെയ്യാമെന്നില്ല. എങ്ങനെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ആ പാനൽസ് എടുക്കുക, ജോയിൻ ചെയ്യുക. അതിലിപ്പോൾ സ്ട്രെയിറ്റ് പീസ് ക്രോസ് പീസിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യണം അങ്ങനെ ഇല്ല. ഇതിൽ ജസ്റ്റ് പാനൽസ് എല്ലാം വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് 10 പാനൽസ് എടുക്കുക, ബാക്കിലേക്ക് 10 പാനൽസ് സെപ്പറേറ്റ് എടുത്ത് ചെയ്യുക. കാരണം നമ്മൾ ലൈനിങ് വന്നിട്ട് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് 2 പീസാണ്. അപ്പോൾ അതുമാതിരി തന്നെ ഇതിൽ രണ്ടും 10 പീസാക്കി എടുക്കുക. ഇപ്പോൾ ഈ 10 പാനൽസ് എന്നുള്ളത് നിങ്ങൾക്ക് 10 20 എന്നുള്ളത് 24 പാനൽസ് ആക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ 20 എന്നുള്ളത് ഒരു 16 പാനൽസ് ആക്കാം, അല്ലെങ്കിൽ 12 പാനൽസ് ആക്കാം. അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ആ മെഷർമെൻറ്റ് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കൂടുതൽ കാണിച്ചിരിക്കുന്ന ആ മെഷർമെൻറ്റാണ്, അത് ഫോളോ ചെയ്യുക. ഇത് നമ്മളിപ്പോൾ 4 ഇഞ്ച് വീതിക്ക് ജോയിൻ ചെയ്തു. എപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്യണം, അടിവശത്തുനിന്ന് മേലേക്ക് ജോയിൻ ചെയ്യരുത്. ഓക്കെ, നമ്മുടെ മേൽവശത്തുനിന്ന് താഴത്തേക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ ചില സമയം 1/2 ഇഞ്ച് 1 ഇഞ്ച് കയറി ഇറങ്ങിയൊക്കെ 1/2 ഇഞ്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ് അവസാനം ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഷേപ്പ് ചെയ്താൽ മതി. അടിവശത്ത് മേൽവശം പിന്നെ ഒരുമിച്ച് നിൽക്കുള്ളൂ. ഇങ്ങനെ എല്ലാ പാനൽസുകളും ജോയിൻ ചെയ്യുക. കറക്റ്റ് ആക്കിയിട്ട് 4 ഇഞ്ച് വീതിക്ക് തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ നെറ്റ് മെറ്റീരിയൽ അടിക്കുമ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചുരുങ്ങിയൊന്നും പോകില്ല. കാരണം ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് നെറ്റ് യൂസ് മോൾക്കുള്ള എല്ലാം ഞാൻ അടിക്കാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കണ്ടില്ലേ, ഇതിൽ 10 പാനൽസ് ഇതിലുണ്ട്, ഫ്രണ്ടിലേക്ക് 10 പാനൽസ് ബാക്കിലേക്കും ചെയ്തു. ഒരുപാട് വർഷമായിട്ട് ഞാൻ ഈ അനാർക്കലിയും ലെഹങ്കയൊക്കെ മോൾക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്കും മോൾക്കും ഞാൻ തന്നെ ആ പാർട്ടി വെയർ ചെയ്യാറുള്ളത്. അത് പ്രത്യേകിച്ച് നെറ്റിൽ തന്നെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഇങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെറ്റ് മെറ്റീരിയൽ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചുരുക്കം വരാനുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടെൻഷൻ കൺട്രോൾ ഒന്ന് ഒരു 3-ലാക്കുക. സ്റ്റിച്ചിങ് മെഷീൻ്റെ ടെൻഷൻ കുറയ്ക്കുക. ഇനി നമുക്ക് ലൈനിങ് ഉള്ളിൽ വെച്ച് ജോയിൻ ചെയ്യാം. ലൈനിങ്ങിൽ ഉള്ളിൽ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഹിപ്പിൻ്റെ അവിടെ 4 ഇഞ്ച് വീതിക്ക് നമ്മുടെ നെറ്റും ഹിപ്പും കൂടി ചേർത്ത് അടിക്കുക. ഓക്കെ, അതിനുശേഷം ഇത് രണ്ടും അതേമാതിരി തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അങ്ങനെ ചെയ്യാം. 4 ഇഞ്ച് വീതിക്ക് അടിച്ചു കൊടുക്കുക. ഇതിൽ കാണിക്കുന്ന വരി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ആഴ്ചയിൽ 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്, ഇന്ന വീഡിയോസ് വേണം. ആ ഒരു റിക്വസ്റ്റിൻ്റെ പരിഗണനയിലാണ് ഞാൻ ഇടുന്നത്. പിന്നെ പാനൽ ലെഹങ്കയൊക്കെ വേറെ വീഡിയോസൊന്നും ഇല്ല മലയാളത്തിൽ തന്നെ. അപ്പം നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് കണ്ടില്ലേ, ഇത് പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ ഉള്ളിൽ അറ്റാച്ച് ചെയ്തു. ഇതേമാതിരി തന്നെ മറ്റേ വശത്ത് ബാക്കിലേക്കുള്ളതിൽ നമ്മൾ ചെയ്യാം. ഇതിലിപ്പോൾ ബാക്ക് വശം ഫ്രണ്ടിലേക്ക് ഒന്നുമില്ല, ഇല്ല. ഏത് വേണമെങ്കിൽ ബാക്കിലേക്ക് ആക്കാം, ഏത് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ആക്കാം. ഓക്കെ, ഇതിൻ്റെ അടിയിൽ നമുക്കൊരു ഗോൾഡൻ ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ബോർഡർ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ലേസ് വെച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ഇത് രണ്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കാണുന്ന ഭാഗം, ആ ലൈനിങ്ങും നമ്മുടെ ആ പാനലും കൂടി ഉള്ളതിൻ്റെ ആ ഭാഗം ഒന്ന് 4 ഇഞ്ചിലൊന്ന് അടിച്ച് വരിക. 4 ഇഞ്ച് ലെങ്ത്തിൽ താഴത്തേക്കൊന്ന് രണ്ടും ജോയിൻ ചെയ്യുക. അതായത് ആ ഭാഗത്ത് ഹുക്ക് വരുന്ന ഭാഗമാണ്. അപ്പോൾ അത് പെർഫെക്ഷൻ നമുക്ക് വേണം, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ 2 സൈഡിലും ലൈനിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ലൈനിങ്ങും ആ നെറ്റ് പീസും തമ്മിൽ സെപ്പറേറ്റ് ആക്കി ജോയിൻ ചെയ്തു രണ്ടിലും. അപ്പോൾ അതിന് ശേഷം ഇപ്പം ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ 2 പീസിലും ഫ്രണ്ടിലേക്കുള്ള പീസിലും ബാക്കിലേക്കുള്ള പീസിലും നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലൈനിങ്ങിനെക്കാട്ടും കൂടി നിൽക്കുന്നുണ്ട് നമ്മുടെ നെറ്റ് പീസെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ ലൈനിങ്ങിലെ മെഷർമെൻറ്റിൻ്റെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് സെയിം തന്നെയാണ് എടുത്തത്. അപ്പോൾ ആ ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് തരും. അത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ, കണ്ടോ. ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ ഫ്രണ്ട് തൈലും ബാക്ക് തൈലും ലൈനിങ്ങും
നമ്മുടെ നെറ്റും കൂടിയിട്ട് ജോയിൻ ചെയ്യുക. ഒരു 4 ഇഞ്ച് ഭാഗത്തേക്ക് ജോയിൻ ചെയ്യുക. ഹിപ്പിൻ്റെ അവിടെ ജോയിൻ ചെയ്ത ശേഷം സൈഡിലും, അതാണ് ഞാൻ പറഞ്ഞ സൈഡിലും കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ അതിലടിച്ചു, ഇവിടെയും അടിച്ചു. ഇനി അതൊന്നും മടക്കി അടിക്കേണ്ടി വരും. അതിന് മുമ്പ് ഒരു സൈഡ് നമുക്ക് ഇതിലും അതേമാതിരി തന്നെ സൈഡിൽ ലൈനിങ്ങും നമ്മുടെ നെറ്റും കൂടി സൈഡ് വശത്ത് 4 ഇഞ്ച് ലെങ്ത്തിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. ജസ്റ്റ് അതിനുശേഷം ഒരു ഭാഗം മാത്രം ക്ലോസ് ചെയ്യുക, അതായത് ബാക്കും ഫ്രണ്ടും കൂടി വെച്ചിട്ട് ഒരു വശം മാത്രം ക്ലോസ് ചെയ്തെടുക്കുക. നന്നായി മനസ്സിലാവുന്നുണ്ടല്ലോ. നെറ്റിൻ്റെ വശങ്ങളെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് നല്ല വശവും ചേർത്ത് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അംബ്രല്ല സ്കേർട്ടിൻ്റെ വീഡിയോ ഓൾറെഡി ഉണ്ട്, അപ്ലോഡഡ് ആണ്. അംബ്രല്ല സ്കേർട്ടിൻ്റെ ഇത് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് അംബ്രല്ല സ്കേർട്ട് നോക്കാം. ഇതിൽ പകുതി വരെ നമ്മൾ ലൈനിങ്ങും നമ്മുടെ നെറ്റും കൂടി ചേർത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ലൈനിങ്ങിനെ മാറ്റിയിട്ട് നെറ്റിൽ കൂടെ ലൈനിങ് മെല്ലെ ചരിച്ച് നീക്കിയിട്ട് നമ്മുടെ നെറ്റിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഇത് നമ്മുടെ റെഡിമെയ്ഡിൽ കിട്ടുന്ന അതേമാതിരി ഉണ്ടാവും. ഇത് 4 ഇഞ്ച് വീതിക്ക് അടിച്ചു വരിക. നമ്മളത് ചെയ്തെടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേലെ കൂടെ വന്നിട്ട് നമ്മൾ അവിടെ അടിവശത്ത് അവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് നെറ്റിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് പോയത്. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് എല്ലാം കൂടി ഒരുമിച്ച് വന്നു, പിന്നെ അതിന് ശേഷം ലൈനിങ് മാറ്റി നെറ്റിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇതും കൂടി ഒരുമിച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ലൈനിങ് മാത്രം എടുത്തിട്ട് കണ്ടോ, ലൈനിങ് മാത്രം ഇങ്ങനെ വലിച്ചിട്ട് നെറ്റിനെ നമ്മൾ ഉള്ളിലേക്ക് ആക്കണം. കുറച്ച് ഭാഗം നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് വരിക, ഒരുമിച്ച് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് വരിക കുറച്ച് ഭാഗം. അതിന് ശേഷം നമുക്ക് മെല്ലെ ആ ഭാഗം നമ്മുടെ നെറ്റിൻ്റെ ഭാഗം ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മുടെ ലൈനിങ്ങിൽ കൂടെ 4 ഇഞ്ച് അര ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇത് സാറ്റിൻ ക്ലോത്താണ്. ഞാൻ ഓൾറെഡി സൈഡ് വന്നിട്ട് സിഗ്സാഗ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നതാണ്. അതാണ് തുണി വലിഞ്ഞു വരാത്തത്. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ സൈഡിൽ സിഗ്സാഗ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തുണി എല്ലാം ഇതായി വരും. കണ്ടില്ല, നിങ്ങൾക്ക് ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ഇതെല്ലാം ഒരു പീസായി, നമ്മളതിന് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഒറ്റ പീസായി. ഇനി നമുക്ക് ബെൽറ്റിൻ്റെ ലെങ്ത്തും എത്ര വിഡ്ത്ത് വേണം ബെൽറ്റ് എന്നുള്ള, ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് അറിയണം. അപ്പോൾ ബെൽറ്റിൻ്റെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത പീസ് തുറന്നിട്ട് നമുക്ക് മേളിലുള്ള ഹിപ്പിൻ്റെ വിഡ്ത്ത് ആണിപ്പോൾ ഞാൻ നോക്കണത്. അതുമാതിരി ജസ്റ്റ് നോക്കാം. അപ്പോൾ എത്രയാണ് വരുന്നത് നോക്കുക. അതിനെ വെച്ചിട്ട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ബെൽറ്റിൻ്റെ വിഡ്ത്ത് കട്ട് ചെയ്തെടുക്കുക. ബെൽറ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇതിപ്പോൾ 40 വരെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 42 എടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് കൂട്ടി 42 വരെ എടുക്കുന്നുണ്ട്. പിന്നെ ബെൽറ്റ് വന്നിട്ട് 2 ഇഞ്ച് വീതിയാണ് നമ്മൾ നേരത്തെ ടോട്ടൽ ലെങ്ത്ത് മൈനസ് ബെൽറ്റ് എന്ന് പറഞ്ഞപ്പോൾ 2 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ആ 2 ഇഞ്ചും പിന്നെ ഉള്ളിലേക്ക് അതിങ്ങോട്ട് ഒരു മടക്കം വരുന്നുണ്ട്, അത് ആ 2 ഇഞ്ച് +2. അപ്പോൾ 2 + 2 പറയുമ്പോൾ 4 ആവും. പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 5 ഇഞ്ച് ലെങ്ത്താണ് ബെൽറ്റിന് വരുന്നത്. മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ലെങ്ത്ത് 5 ഇഞ്ചും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് വെറും 2 ഇഞ്ചിൽ അവസാനിക്കും. അപ്പോൾ നോക്കുക, ഞാൻ കട്ട് ചെയ്തെടുത്ത് ഓൾറെഡി 5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബെൽറ്റിൻ്റെ ലെങ്ത്ത് താഴത്തേക്കുള്ള ഇറക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 ഇഞ്ചായി മാറും. ബെൽറ്റിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ചുറ്റളവ് വന്നിട്ട് 42 ഇഞ്ച്, 40 വരെയായിരുന്നു. 1.5 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് തയ്യൽ തുമ്പ് സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട്. ഇനി ഇതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ എപ്പോഴും സാറ്റിൻ മെറ്റീരിയലൊന്നും ബെൽറ്റ് ചെയ്യരുത്. ഇതൊന്ന് വക്കടിക്കുക 2 സൈഡും. കണ്ടോ, ഇതിങ്ങനെ മടക്കിയിട്ടൊന്ന് വക്കടിക്കുക. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ചെയ്യുക. സാറ്റിൻ മെറ്റീരിയലിൽ ബെൽറ്റ് അടിക്കരുത്, കോട്ടൺ മെറ്റീരിയലിൽ ബെൽറ്റ് അടിക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ വക്കടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലെഹങ്കയുടെ നല്ല വശത്ത്, നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ നെറ്റിൻ്റെ മേലെ ഹിപ്പിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, നമ്മൾ ആ ഹിപ്പിൻ്റെ അവിടെ ജസ്റ്റ് അതിന് മുമ്പൊന്ന് മടക്കി കൊടുക്കണം, കാരണം അവിടെ ഹുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം കണ്ടോ, ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മളത് 4 ഇഞ്ച് ഒരുമിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്.
നമ്മുടെ ലൈനിങ്ങും നെറ്റും കൂടിയിട്ട് അതൊന്ന് 1/4 ഇഞ്ചിലൊന്ന് ഉള്ളിലേക്ക് മടക്കുക. അപ്പോഴേ നമുക്ക് ഹുക്കും കൂടി വെക്കുമ്പോൾ ശരിയാവുള്ളൂ. കാരണം ഹുക്ക് വെക്കാതിരിക്കാൻ പറ്റില്ല, അത് വള്ളി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡും കൂടിയിട്ട് നമ്മൾ ലൈനിങ്ങും നെറ്റും കൂടി ജോയിൻ ചെയ്തല്ലോ, ആ ഭാഗം ഒന്ന് 1/4 ഇഞ്ചിൽ മടക്കി അടിച്ചു കൊടുക്കാം. പിന്നെ ബോഡി ക്ലോസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് അറിയില്ല, അങ്ങോട്ട് ഉള്ളിൽ പോയിക്കോളും. അതൊരു 4 ഇഞ്ച് താഴെ ലെങ്ത്തിൽ നമുക്ക് 1/4 ഇഞ്ച് വിട്ടിൽ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്ക് വെക്കുമ്പോൾ തുണി അവിടെ നിന്ന് അകന്നും പോകില്ല, നൂലഴിഞ്ഞും പോകില്ല, നീറ്റായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ വക്ക് കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ ആ ബെൽറ്റിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് വക്ക് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ബെൽറ്റിനെ നമ്മൾ ഹിപ്പിൻ്റെ ആ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 1/4 ഇഞ്ച് വീതിക്ക്. അപ്പോൾ അത് ആദ്യം ഒന്ന് ഇപ്പുറത്തെ സൈഡും കൂടി വക്കടിച്ചു കൊടുക്കുക. ബെൽറ്റ് 4 സൈഡും വക്കടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അടിച്ചു കൊടുത്തു വക്ക്. ഇനി ഞാൻ ഇതിൽ ജോയിൻ ചെയ്യണതാണ് കാണുന്നത്. നമ്മുടെ സ്കേർട്ടിൻ്റെ ഹിപ്പ് വശത്തിൻ്റെ മേലെ നമ്മുടെ ഈ ലൈനിങ് വെച്ചു. അപ്പോൾ അതായത് ഹിപ്പിൻ്റെ നല്ല വശവും നമ്മുടെ ബെൽറ്റിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ചില സമയം കൂടുതലുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റാക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ പിക്ചറിൽ കാണുന്ന മാതിരി കണ്ടില്ലേ, ഇതിലിപ്പോൾ കൂടുതൽ നിൽക്കുന്നുണ്ടല്ലോ, സ്കേർട്ടിനെക്കാട്ടും കൂടുതൽ നിൽക്കുന്നുണ്ട് നമ്മുടെ ബെൽറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൽ ഒരു 1 ഇഞ്ച് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് അതിലിപ്പോൾ 1/2 ഇഞ്ചിൽ മടക്കി നമ്മൾ കറക്റ്റാക്കി നമ്മുടെ ആ സ്കേർട്ടിൻ്റെ ആ ലെയറിനൊത്തം കറക്റ്റാക്കി അത് സ്കേർട്ടിൻ്റെ വീതിക്കനുസരിച്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അങ്ങോട്ട് ബാക്കിയുള്ളതും കൂടി അങ്ങ് ജോയിൻ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇതിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിക്കണ മാതിരി തന്നെ നിങ്ങളതിനെ തിരിച്ച് ഉള്ളിലേക്ക് ഇടുക. തിരിച്ച് ജസ്റ്റ് ഉള്ളിലേക്ക് നല്ലവണ്ണം താഴ്ത്തി ഇടണം, എന്നാലേ സ്റ്റിച്ച് വീഴുമ്പോൾ കറക്റ്റായിട്ടുള്ളൂ. 2 ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് താഴ്ത്തിക്കിടുക. 2 ഇഞ്ചിൽ ഉള്ളത് 1.25 കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. മേളിൽ നല്ല വശത്തിൻ്റെ മേലെ അത് ബെൽറ്റിൻ്റെ മേലെ സ്റ്റിച്ച് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴത്തേക്ക് വേണം ഈ ഒരു ഇത് മടക്കി വെക്കാൻ, കണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം. അതുമാതിരി അനാർക്കലിയുടെ വീഡിയോ അപ്ലോഡഡ് ആണ്. അനാർക്കലി പാർട്ടി വെയർ ആണ്, നിങ്ങളത് കാണണം എല്ലാവരും. പിന്നെ ഷെയർ ചെയ്യുക. കാരണം പാനലുള്ളൊരു ഡ്രസ്സ് നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ, പാർട്ടി വെയർ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ആയിരിക്കില്ല എപ്പോഴും. പിന്നെ അത് കുറച്ച് യൂസ് ചെയ്യുമ്പോഴേക്കും അവിടെ കീറി എല്ലാം എന്തായി, പിന്നെ ടൈറ്റ് വരും റെഡിമെയ്ഡ് ആകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, കണ്ടല്ലോ. ഇപ്പോൾ അതിനുള്ള ഹോളുണ്ട് വള്ളിയിടാൻ വേണ്ടിയിട്ട്, ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബാക്കിയുള്ള ബോഡിയും കൂടി അങ്ങോട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഉള്ളൂ. അതായത് നമ്മുടെ ഇതിൻ്റെ പാവടയുടെ 2 അറ്റവും കൂടി അടിക്കുക. അപ്പം നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. നോക്കുക, കണ്ടല്ലോ, 2 നല്ല വശങ്ങളും കൂടി ഒരുമിച്ച് വെച്ചു. ഇതിൻ്റെ മേളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യരുത്, നമ്മൾ ഒരു 4 ഇഞ്ച് താഴത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഓക്കെ, 1 ഇഞ്ച് 3/4 ഇഞ്ച് വീതിക്കും 4 ഇഞ്ച് താഴത്തേക്കായിട്ട് ഞാൻ 4 ഇഞ്ച് മേളിൽ നിന്ന് ഞാൻ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് വീതിക്കാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യണത്. അതായത് ബാക്കും ഫ്രണ്ടും കൂടി വെച്ചിട്ട് ഒരു 3 ഇഞ്ച് താഴെ വരെ ഒരുമിച്ച് ചെയ്ത് വരിക. അതിനുശേഷം നമ്മൾ നെറ്റ് മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് ലൈനിങ്ങിനെ തള്ളി മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇപ്പം നെറ്റും ലൈനിങ്ങും എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്, കണ്ടല്ലോ. ഇപ്പം ഞാൻ ഒരുമിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 3 ഇഞ്ച് 2 or 3 ഇഞ്ചോ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് മെല്ലെ ലൈനിങ്ങിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. ആദ്യം നമ്മൾ ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുക, അതിനുശേഷം നമ്മുടെ നെറ്റിൽ സ്റ്റിച്ച് ചെയ്യാം. അനാർക്കലിയിൽ ഞാൻ ഇതേ മോഡലിനെ ഇട്ടിരിക്കുന്നത്, മീൻസ് ഇതിങ്ങനെ ചെയ്യണത്. അനാർക്കലി 16 ആണ്, പക്ഷേ ഇത് ലെഹങ്ക വന്നിട്ട് 20 പാനിലാണ്. ഇതിപ്പോൾ നെറ്റിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു. അപ്പോൾ വീണ്ടും ഇനി നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് നമ്മൾ തുടങ്ങിയത്, ടോപ്പ് നല്ല സ്റ്റിച്ച് തുടങ്ങിയത്, നമ്മൾ എവിടെ നിന്ന് സ്റ്റിച്ച് തുടങ്ങിയോ അവിടെ നിന്ന് വീണ്ടും നമ്മൾ താഴത്തേക്ക് 4 ഇഞ്ച് ഒരുമിച്ച് എല്ലാം കൂടി പിടിച്ച് നമ്മൾ 4 ലെയറും കൂടി ഒരുമിച്ച് പിടിച്ച് വന്ന ശേഷം നമ്മളിവിടെ നെറ്റ് വരുമ്പോൾ സെപ്പറേറ്റ് സ്റ്റിച്ച് എടുത്തു. നമ്മൾ നെറ്റ് മാത്രം എടുത്തിട്ട് ലൈനിങ്ങിനെ മാറ്റിക്കളഞ്ഞു. അതിന് പകരം
ഇനി ചെയ്യേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിനെ തള്ളിക്കളഞ്ഞിട്ട് ലൈനിങ് മാത്രം എടുക്കുക. നേരത്തെ നമ്മൾ ലൈനിങ്ങിനെ തള്ളിക്കളഞ്ഞിട്ട് നെറ്റിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇപ്പം നമ്മൾ ലൈനിങ്ങിനെ തള്ളിക്കളഞ്ഞിട്ട് നെറ്റ് തള്ളിക്കളഞ്ഞിട്ട് 2 ലൈനിങ് കൂടി ബാക്കും ഫ്രണ്ടിൻ്റെ ലൈനിങ് കൂടി വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് വീതിക്ക് തച്ച് വരിക. സാറ്റിൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സൈഡ് നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഓവർലോക്ക് സ്റ്റിച്ച് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ മാത്രമേ ആ തുണി അല്ലെങ്കിൽ നൂല് മൊത്തം പോകും. ഇത് കണ്ടില്ലേ ഇപ്പം എത്ര നീറ്റായിട്ടാണ് സൈഡ് ഇരിക്കുന്നത് കണ്ടില്ലേ. അത് ഞാൻ സാറ്റിൻ സ്റ്റിച്ച് ഞാനിതിൽ സിഗ്സാഗ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ഇനി ആ ഒരു ഭാഗം നമുക്ക് ഹുക്ക് വെക്കാനുള്ളതാണ്. കണ്ടല്ലോ, ഹുക്കും അതിൻ്റെ ഐയും എല്ലാം കൂടി നമുക്ക് വെക്കാം. അതായത് ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് ഫിനിഷാണ് അതിന് വന്നിരിക്കുന്നത്. അവിടെ എങ്ങനെ നിൽക്കണമുണ്ട് ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ നമുക്ക് 2 ഹുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് അവിടെ ഇടുമ്പോൾ ടൈറ്റ് വരില്ല. റെഡിമെയ്ഡിൽ ചില സമയം അങ്ങനെ കാണാറൊന്നുമില്ല. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വള്ളി അടിക്കുക. അതിന് വള്ളിക്ക് വന്നിട്ട് ഒരു ടേസൽസ് അടിക്കുക. ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിവേ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ പുതുതായി കാണുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് വള്ളി ഇടാനുള്ള ഗ്യാപ്പ് കണ്ടല്ലോ. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയുള്ള നീളത്തിലുള്ള തുണി എടുത്തു, 2 സൈഡും മടക്കി, അതിനുശേഷം നടുക്ക് വീണ്ടും ഒരു മടക്ക്. ഓക്കെ, ഇതിൽ ഡൗട്ടുള്ളവർ പാൻറ്റിൽ നോക്കുക. പാൻറ്റിൽ സെക്കൻഡ് പാർട്ടിലുണ്ടാകും. എല്ലാ പാൻറ്റിൻ്റെയും സെക്കൻഡ് പാർട്ടിൽ വള്ളി അടിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് അടിച്ചു കൊടുക്കുക. തുറന്ന വശത്താണ് അടിക്കേണ്ടത്. അതായത് നമ്മൾ 2 സൈഡും കൂടി മടക്കിയിട്ട് വീണ്ടും മടക്കുമ്പോൾ തുറക്കാതിരിക്കാനുള്ള അടിക്കലാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഇത് അടിച്ച ശേഷം നമുക്കിനി ടേസൽസും കൂടി എടുത്ത് ചെയ്യണം. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. 1/2 ഇഞ്ചിലോ 1 ഇഞ്ചിലോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എനിക്ക് വന്നിട്ട് ആയിട്ടില്ല. ഇതിപ്പോൾ ടേസൽസിനാണ് 3.5 ഇഞ്ച് നീളം, 3.5 ഇഞ്ച് വീതി. ഇതാണ് ഇതിൻ്റെ ടോപ്പ് മെറ്റീരിയൽ. അപ്പോൾ നോക്കുക, ജസ്റ്റ് നടുക്ക് മടക്കുക, വീണ്ടും ഒരു ഫോൾഡ്. അതിന് ശേഷം നമ്മുടെ ആ വള്ളി എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ആ റോപ്പ് എടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നോക്കുക, അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എനിക്ക് ആയിട്ടില്ല. ടോപ്പ് കട്ട് ചെയ്ത ശേഷം ബാക്കി പീസ് ഉണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഞാൻ ഇതിലൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കിൽ വിത്ത് വൈറ്റ് സ്മോൾ ബോർഡർ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ബോർഡർ കാണിക്കാത്തത്. പിന്നെ ബോർഡർ കാണിക്കുന്ന വീഡിയോ ഓൾറെഡി ലാസ്റ്റ് അപ്ലോഡ് അനാർക്കലിയാണ്. അനാർക്കലിയിൽ ഇതേമാതിരി ബോർഡർ 5 ഇഞ്ചിൻ്റെ ബോർഡറാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിരിക്കണം. നോക്കുക, ക്യാമറയിൽ കാണുന്ന മാതിരി, വീഡിയോയിൽ കാണുന്ന മാതിരി കണ്ടല്ലോ. ഇനി നമ്മൾ ആ സ്റ്റിച്ചിന് ശേഷം 1/4 ഇഞ്ച് വെച്ച ശേഷം ബാക്കിയുള്ളത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇതിനെ താഴ്ത്തിക്ക് വലിക്കുക. കണ്ടോ, ഇതിങ്ങനെ അങ്ങനെ വലിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഒരു വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസൽസായി നമ്മുടെ ടോപ്പിന് മാച്ച് ചെയ്യണത് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ആയിട്ടില്ല. ടോപ്പ് കട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്കിതിന് അടിയിൽ ബോർഡർ കൊടുക്കാൻ പറ്റില്ല. ബോർഡർ കൊടുക്കാത്തവർക്ക് അടിയൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം. നമ്മുടെ സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ അടി സിഗ്സാഗ് സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടി മടക്കി അടിച്ചു കൊടുക്കുക. സ്കേർട്ടിൻ്റെയും അടി മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ, എല്ലാവർക്കും പാർട്ടി വെയർ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അഡൾട്ടിനാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും. അപ്പോൾ ഷെയർ ചെയ്യുക. ഇതിൻ്റെ അടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡർ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി ചെയ്ത് കൊടുത്താലും മതി. ഞാൻ അങ്ങനെ അനാർക്കലിക്ക് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ശരിക്കും പാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പാനൽ അനാർക്കലി കണ്ടല്ലോ, പാനൽ ലെഹങ്ക കണ്ടില്ലേ, ഫ്രണ്ടും ബാക്കും ഇതിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോയിട്ട് വീണ്ടും നമുക്ക് കാണാം. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക എല്ലാവരും. എന്നാലേ ഞാനുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അയച്ചു തരിക എല്ലാവരും. അപ്പോൾ താങ്ക് യു സോ മച്ച്.